പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. 108 സങ്കീർത്തനക്കാരൻ പാടുന്നു, ദൈവമേ എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ പാടും, എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും. മനുഷ്യൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതും ഭ്രമിപ്പിക്കുന്നതുമായ വിഷയങ്ങളുടെ ലിസ്റ്റ് ഇന്ന് പ്രഭാതം പറയുക എന്നത് അസാധ്യമാണ്. പ്രശ്നങ്ങളെ ഒരാൾ സമീപിക്കുന്നത് പോലെയല്ല മറ്റൊരാൾ സമീപിക്കുന്നത്. മനസ്സിനെ ഇളക്കുന്നതും ഉറപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ഓരോരുത്തരുടെയും മാനസിക നിലയും കാഴ്ചപ്പാടുകളും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ചിലർ മനോധൈര്യമുള്ളവരായിരിക്കുമ്പോൾ മറ്റു ചിലർ ദുർബല മനസ്സും ചഞ്ചല ഹൃദയമുള്ളവരായിരിക്കും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും. എന്നാൽ 123 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, യഹോവേ ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങൾ നിന്ന് സഹിച്ചു മടുത്തിരിക്കുന്നു. സുഖിയന്മാരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്നയും സഹിച്ച് ഞങ്ങളുടെ മനം ഏറ്റവും അടുത്തിരിക്കുന്നു. ദൈവമക്കളായത് നിമിത്തം പലരിൽ നിന്നും പല വിധത്തിലുള്ള നിന്ദകളും പരിഹാസങ്ങളും അപമാനങ്ങളും നേരിടേണ്ടതായി വരാം. നമ്മുടെ കർത്താവിനെ ലോകം നിന്ദിച്ചു എങ്കിൽ ക്രിസ്തുവിൻ്റെ കാൽപ്പാടുകൾ പിന്തുടരുന്ന നമ്മൾ മറ്റുള്ളവരുടെ ചെയ്തികൾ നിമിത്തം മനസ്സു ക്ഷീണിക്കുകയും പതറിപ്പോവുകയും ചെയ്യും. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടാനാണല്ലോ നമ്മുടെ നാഥൻ അരുളി ചെയ്തിരിക്കുന്നത്. ക്രൂശീകരണത്തെയും കഷ്ടാനുഭവങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ട് കൊലക്കളത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. നാം ദൈവത്തിൽ നിന്നും പ്രാപിച്ച വിടുതലും ആത്മധൈര്യവും മറ്റുള്ളവർക്ക് കൂടി പ്രചോദനകരമായിരിക്കണം. അതിന് നല്ലൊരു ഉദാഹരണമാണ് പൗലോസ് അപ്പോസ്തലൻ. വിശ്വാസത്തിന് നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാകുന്നു എന്നും പ്രബോധിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു പോന്നു. മരണകരമായ സാഹചര്യങ്ങളിൽ നിന്നും ദൈവം തന്നെ വിടുവിച്ചത് മറ്റുള്ളവരെയും ആശ്വസിപ്പിക്കേണ്ടതിനായിരുന്നു എന്ന് തനിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. ആമേ, പ്രശ്നങ്ങളുടെ നടുവിൽ പലപ്പോഴും മോശ പതറിപ്പോയിട്ടുണ്ട്. സങ്കടം സഹിക്കവയ്യാതെ അനവധി പ്രാവശ്യം മോശ ആവിട്ട് കരഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം ദൈവം തന്നെ ഉറപ്പിച്ചു നിർത്തി. ആകയാൽ പ്രിയ ദൈവത്തിലെ പ്രശ്നങ്ങളാൽ വലഞ്ഞ് മനസ്സ് പതറിയും നിരാശപ്പെട്ടും ഇരിക്കേണ്ടവരെല്ലാം ഒന്നിനും പരിഹാരം ഉണ്ടാവുകയില്ല എന്ന് ചിന്തിച്ച് ജീവിതം അവസാനിപ്പിക്കേണ്ടവരുമല്ല. എല്ലാറ്റിനും പരിഹാരമായി നമ്മുടെ ദൈവം ആരെന്നും ദൈവത്തിന് നമ്മോടുള്ള വാഗ്ദത്തം എന്തെന്നും തിരുവചനത്തിൽ കൂടെ തിരിച്ചറിയണം. നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ച് ശക്തീകരിക്കണം. ഈ പ്രഭാതം നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ നല്ല സമാപ്തിയും നമുക്കായി വരുത്തും. നമുക്കും കർത്താവ് തരുന്ന ആയുസ്സും ആരോഗ്യം മറ്റുള്ളവരുടെ മനസ്സിനെ ഉറപ്പിച്ചും കഷ്ടതയിലായിരിക്കുന്നവരെ കൈത്താങ്ങിയും നല്ലത് പറഞ്ഞും നന്മ ചെയ്തും വിശുദ്ധിയോടും വേർപാടോടും വിശ്വസ്തയോടും കൂടെ നമുക്കും ജീവിക്കാം. അതിനായി നമ്മെ ദൈവകരങ്ങളിൽ ഇന്ന് പ്രഭാതം ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയ ദേവദാസന്മാരെ, ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായവും നിർദ്ദേശവും അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ മേസ്തത്തിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടെ പറയുന്നു, 86 06 19 33 25 എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പറഞ്ഞാട്ടെ. ഈ നാളുകളിൽ ദൈവസഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കും. ഈ 2025 വാഗ്ദത്തങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. അതേ സങ്കീർത്തനക്കാരനോടുകൂടെ നമുക്കും ഇന്ന് പ്രഭാതം പറയാം, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഈ പ്രഭാതം കർത്താവെ, ഈ ശബ്ദം ശ്രമിക്കുന്ന അങ്ങയുടെ ദാസിദാസന്മാരുടെ ഹൃദയങ്ങൾ കർത്താവെ തകർന്ന് കർത്താവെ മനസ്സ് പതറിയിരിക്കുന്നെങ്കിൽ കർത്താവെ ഉറപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ ദാസിദാസന്മാരുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാമ്പത്തിക ബാധ്യതയുടെ നടുവിൽ പകച്ചു നിൽക്കുന്നവർ, കർത്താവെ തലമുറകളുടെ ഭാവികളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, കർത്താവെ ഏകാന്തതയുടെ അനുഭവങ്ങളെ, മാനസികമായ നിരാശകൾ, കർത്താവെ ശാരീരികമായ ക്ലേശങ്ങൾ, ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചവർ, കർത്താവ് രോഗശൈല അനേക പ്രിയപ്പെട്ടവർ
ആയിരിക്കുമ്പോൾ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പ്രഭാതം കർത്താവ് മനസ്സുറച്ച് സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പാടി ആരാധിക്കുന്ന ഒരു സമാധാനം എൻ്റെ മക്കളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മഹത്വം പങ്കെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കും. ഈ ഭൂമിയുടെ സമൃദ്ധി കൊണ്ടും സ്വർഗീയ കൃപാവരങ്ങൾ കൊണ്ടും അനുഗ്രഹിക്കണമേ, ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കണം. മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.